ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കണമെന്ന തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരുമായി തർക്കം തുടരുന്നതിനിടെയാണ് മറ്റൊരു വിവാദത്തിന് കൂടി തമിഴ്നാട് തിരികൊളുത്തിയത്. ത്രിഭാഷാ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് തമിഴ്നാടിന്റെ ഈ നീക്കം. മാർച്ച് 14-നായിരുന്നു ബജറ്റ് അവതരണം. ബജറ്റിന്റെ ടീസറും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ പങ്കുവച്ചിരുന്നു. ഈ ടീസറിലാണ് ലോഗോ മാറ്റി അവതരിപ്പിച്ചത്. തമിഴ്നാടിന്റെ സമഗ്ര വികസനവും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിന്റെയും ഉന്നമനം ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇതിനൊപ്പം സ്റ്റാലിൻ കുറിച്ചിരുന്നു. ദ്രവീഡിയൻ മോഡൽ, TN ബജറ്റ് 2025 തുടങ്ങിയ ഹാഷ്ടാഗുകളും ഈ കുറിപ്പിനോടൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനു മുൻപുണ്ടായിരുന്ന 2 ബജറ്റുകളിലും ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നമാണ് വെച്ചിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ചിഹ്നത്തിന് പകരമുള്ള വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള DMKയുടെ നീക്കമാണിതെന്നാണ് BJP വക്താവ് നാരായൺ തിരുപ്പതി ആരോപിക്കുന്നത്. രൂപയുടെ ചിഹ്നം ഇന്ത്യയുടെ ചിഹ്നമായാണ് എവിടെയും മനസ്സിലാക്കപ്പെടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന BJP അധ്യക്ഷൻ K അണ്ണാമലയും സ്റ്റാലിനെതിരെ രംഗത്ത് വന്നിരുന്നു. DMK നേതാവിന്റെ മകനായ IIT ഗുവാഹത്തി പ്രൊഫസർ ഉദയകുമാർ ധർമ്മലിംഗമാണ് രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത്. അത് ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു. ബജറ്റ് രേഖയിൽ നിന്ന് അത് നീക്കുക വഴി തമിഴരെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു അണ്ണാമലയുടെ വിമർശനം. പിന്നാലെ വിവാദത്തോട് പ്രതികരിച്ച് രൂപ ചിഹ്നത്തിന്റെ ഡിസൈനർ ഉദയകുമാറും രംഗത്തെത്തി. 2009 മാർച്ച് 5-ന് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ രൂപ ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി ഒരു മത്സരം പ്രഖ്യാപിച്ചിരുന്നു. 3331 അപേക്ഷകളിൽ നിന്ന് അവസാന റൗണ്ടിലെത്തിയത് 5 ചിഹ്നങ്ങളായിരുന്നു. അതിൽ നിന്നാണ് 2010 ജൂലൈ 15-ന് കേന്ദ്രമന്ത്രിമാരുടെ യോഗത്തിൽ ഉദയകുമാർ രൂപകൽപ്പന ചെയ്ത ചിഹ്നം തിരഞ്ഞെടുക്കപ്പെട്ടത്. ദേവനാഗരി അക്ഷരമായ രായും ഇംഗ്ലീഷ് അക്ഷരമായ ആറും ചേർത്താണ് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. തന്റെ സൃഷ്ടിയിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ ഉദയകുമാർ പക്ഷേ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനോ തള്ളി പറയാനോ തയ്യാറായില്ല. കൃത്യമായ കാരണം പറയേണ്ടത് സർക്കാർ തന്നെയാണെന്നായിരുന്നു ഉദയകുമാർ പ്രതികരിച്ചത്. ഒരു ഡിസൈനർ എന്ന നിലയിൽ അത്തരം വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാകേണ്ടതിനാൽ സർക്കാരിന്റെ തീരുമാനം തന്നെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ നടപടി തന്റെ ജോലിയോടുള്ള അനാദരവോ അവഗണനയോ കണക്കാക്കാനാവില്ലെന്നും ഉദയകുമാർ കൂട്ടിച്ചേർത്തു. 2010-ൽ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ചിഹ്നം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നത്. രൂപ ചിഹ്നം ഡിസൈൻ ചെയ്തത് ഒരു തമിഴനായതിനാൽ സ്റ്റാലിന്റെ നടപടി തമിഴർക്ക് തന്നെ അപമാനമാണെന്ന പ്രതിപക്ഷ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഉദയകുമാർ. ഇതിനിടെ രൂപ ചിഹ്നം ഒഴിവാക്കിയത് വിഘടനവാദത്തിനുള്ള പ്രോത്സാഹനമാണെന്ന് വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും രംഗത്തെത്തി. പ്രാദേശികവാദത്തിന്റെ മറവിൽ വിഘടനവാദ വികാരം പ്രോത്സാഹിപ്പിക്കുകയാണ് സ്റ്റാലിൻ സർക്കാരെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ നടപടി സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ബജറ്റ് രേഖയിൽ നിന്ന് ദേശീയ ചിഹ്നം ഒഴിവാക്കിയത് രാജ്യത്തിന്റെ ഐക്യത്തിനെതിരാണ്. തമിഴ് യുവാവിന്റെ സർഗാത്മക സംഭാവനയോടുള്ള അവഹേളനമാണിതെന്നും അവർ പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ രൂപയും ആയുധമാക്കിയതോടെ ഭാഷായുദ്ധത്തിൽ പോര് കടുപ്പിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. NEP പ്രകാരമുള്ള ത്രിഭാഷാ നയത്തിൽ ഭാഷ ഏതായിരിക്കണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതിയുണ്ട്. എന്നാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ നിശബ്ദ ശ്രമമായിട്ടാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കാണുന്നത്. ത്രിഭാഷാ നയം നടപ്പാക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സമഗ്ര ശിക്ഷാ അഭിയാനിലെ കേന്ദ്ര സഹായമായ 573 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയുമാണ്.